Do you guys want to know how my retinol journey was? Then please do continue watching this video. Hi guys, welcome back to my channel. This channel is Anju. Welcome to my channel. In this video is a requested video, my retinol journey. In this video, we will discuss retinol or tretinoin start. What is tretinoin? എങ്ങനെയാണ് ഞാൻ retinol എൻ്റെ സ്കിൻ കെയറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തത് and fourth thing the changes that I saw in my skin. ഇത് കുറച്ചൊരു ലോങ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തിനാണ് retinol or tretinoin സ്റ്റാർട്ട് ചെയ്തത്? സിമ്പിൾ ആൻസർ ഇസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഞാൻ 2020 ലാസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്ന കൺസേൺ എന്താണെന്ന് വെച്ചാൽ മാസ്ക്നെ. ഈ ഒരു ഏരിയയിലുണ്ടല്ലോ, ഐ ഹാഡ് സോ മച്ച് ഓഫ് മാസ്ക്നേസ് ആൻഡ് സോ മച്ച് ഓഫ് ആക്നേസ് വാസ് കമ്മിങ് മാസ്ക് കവർ ആവുന്ന ഏരിയയിൽ, എസ്പെഷ്യലി ചീക്സ്, ഈ ഒരു ജോ ഏരിയ, ചിൻ ഏരിയ, ഇവിടെയൊക്കെ എനിക്ക് ആക്നേസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബേസിക്കലി മാസ്ക്. ഞാൻ പല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ഇൻക്ലൂഡിങ് സാലിസിലിക് ആസിഡ് ട്രൈ ചെയ്തിട്ടും ആ ഒരു മാസ്ക്നെ സിറ്റുവേഷൻ അങ്ങോട്ട് കുറയാത്തതുകൊണ്ടാണ് ഫൈനലി ഐ തോട്ട് ലെറ്റ് മീ സീ എ ഡോക്ടർ ആൻഡ് ഗെറ്റ് പ്രൊഫഷണൽ അഡ്വൈസ്. സോ അങ്ങനെയാണ് ഞാൻ ഡോക്ടറിനെ കണ്ടത്. ആൻഡ് അതുകൂടാതെ ഐ ഹാവ് എ വെരി കൺജസ്റ്റഡ് സ്കിൻ. എനിക്ക് അത്യാവശ്യം കുറച്ച് ബ്ലാക്ക് ഹെഡ്സും പിന്നെ ഇവിടെയൊക്കെ ഒരു കൺജസ്റ്റഡ് സ്കിൻ സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് ഷീ റെക്കമെൻഡഡ് മീ ടു സ്റ്റാർട്ട് റെറ്റിനോൾ. ദാറ്റ് ഈസ് ട്രെറ്റിനോയിൻ ആണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോം ഓഫ് റെറ്റിനോൾ ഓർ റെറ്റിനോയിഡ്. അപ്പോൾ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രെറ്റിനോയിൻ 0.04% ആയിരുന്നു. ദിസ് ഈസ് എ വെരി സ്ട്രോങ് ആസിഡ്, സോ ഐ വോണ്ട് റെക്കമെൻഡ് എനി പേഴ്സൺ ടു ഗോ ആൻഡ് ബൈ ഇറ്റ്. എസ്പെഷ്യലി ഇതൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രോഡക്റ്റ് കാണിക്കാത്തതും. ഇഫ് യു തിങ്ക് you have to start a prescription based retinol, then please go and see a doctor. ഇനി അതല്ല എന്നാണ് നിങ്ങൾക്ക് റെറ്റിനോൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പ് പ്രോഡക്ട്സ്, നമുക്ക് സാധാ കിട്ടുന്ന ബ്യൂട്ടി ബ്രാൻഡ്സ്, സ്കിൻ കെയർ ബ്രാൻഡ്സ് നിന്ന് നമുക്ക് റെറ്റിനോൾ പ്രോഡക്ട്സ് കിട്ടും. അത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ട്രെറ്റിനോയിൻ? ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് is one of the strongest form of vitamin A. It is also known as retinoic acid. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. സോ ആദ്യം തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഓർ യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് വെച്ചാൽ 0.025% to 0.1%. സോ 0 എന്നൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്ട്രോങ് പ്രോഡക്റ്റ് ആണ് ഇത് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്ര ഒരു ചെറിയ എമൗണ്ട് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് കോസസ് സോ മച്ച് ഓഫ് ഇറിറ്റേഷൻ. അപ്പോൾ അതിൽ കൂടുതലൊക്കെ പ്രിസ്ക്രൈബ്ഡ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ജസ്റ്റ് ബേൺ യുവർ സ്കിൻ. അതുകൊണ്ട് തന്നെ ബി വെരി കെയർഫുൾ വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് ഐ പേഴ്സണലി ഹാവ് സീൻ സോ മച്ച് ഓഫ് സൈഡ് എഫക്ട്സ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ഡോണ്ട് ഗോ ആൻഡ് ബൈ ദിസ് പ്രോഡക്റ്റ് ഫ്രം എനി ഫാർമസി. അങ്ങനെ തന്നെ പോയി വാങ്ങിക്കരുത്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇതിൻ്റെ ചേഞ്ചസ് കണ്ടു തുടങ്ങാൻ യൂഷ്വലി 2 to 3 വീക്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും മുഖത്ത്. അതിനുശേഷം ഒരു കംപ്ലീറ്റ് ചേഞ്ച് കാണണം എന്നാണെങ്കിൽ it takes like 6 to 8 weeks. അപ്പോൾ റെറ്റിനോൾ ഓർ വിറ്റമിൻ എ ഈസ് കൺസിഡേർഡ് ടു ബി ദി കിങ് ഓഫ് സ്കിൻ കെയർ. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഐ എം ടെല്ലിങ് ഇറ്റ് അഗെയിൻ, ദിസ് ഇസ് നോട്ട് നെസസറി ഫോർ യു ഗൈസ്. Until and unless it is prescribed, it's not necessary for you guys to start it, at least till the age of 28. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് അതർ ആക്റ്റീവ്സ് ഓർ ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാതിരിക്കാം. ആഫ്റ്റർ 28 ഒക്കെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് കൊളാജൻ ഇൻ അവർ സ്കിൻ ആൻഡ് മേക്സ് അവർ സ്കിൻ ഫേം. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറച്ച് നമ്മുടെ സ്കിൻ ഒരു യങ്ങർ ലുക്ക് തരും. അതുകൂടാതെ ഇത് ആക്നേക്കും ഡാർക്ക് സ്പോട്ട്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ദിസ് ഇസ് ലൈക്ക് ആൻ ഓവറോൾ പ്രോഡക്റ്റ്. ബേസിക്കലി പണ്ട് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആക്നെ ടാർഗറ്റഡ് ആയിട്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന റിങ്കിൾസിലും ഫൈൻ ലൈൻസിലും ഒക്കെ ഒരു ചേഞ്ചസ് കണ്ടു തുടങ്ങിയപ്പോഴാണ് അതൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് കൂടെ ആയിട്ട് മാറിയത്. ഈ പറഞ്ഞ പോലെ തന്നെ ട്രെറ്റിനോയിൻ ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോം ഓഫ് റെറ്റിനോൾ ഓർ വിറ്റമിൻ എ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഇറിറ്റേഷൻസും അത്രയും തന്നെ ഹൈ ആണ്. ദിസ് ക്യാൻ കോസ് പ്ലർജിങ്, ഡ്രൈനെസ്, ഇച്ചിനെസ് ഓർ ഫ്ലേക്കിനെസ്, റെഡ്നെസ് ആൻഡ് ഈവൻ സൺ സെൻസിറ്റിവിറ്റി.
റെറ്റിനോൾ യൂസ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും സൺസ്ക്രീൻ രാവിലെ സമയങ്ങളിൽ യൂസ് ചെയ്യണം എന്നുള്ളതിൽ ഒരു തർക്കവും. You all know that I am a preacher of sunscreen use. അപ്പം സൺസ്ക്രീൻ യൂസിൽ ഒരിക്കലും ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 101% മസ്റ്റ്. ഇനി നമുക്ക് എൻ്റെ ഒരു റെറ്റിനോൾ ജേർണീനെ കുറിച്ച് പറയാം. ടോട്ടൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ തൊട്ട് ഒരു 2 weeks ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് 2 weeks, സെക്കൻഡ് 2 weeks ആൻഡ് തേർഡ് 2 weeks. സോ ഫസ്റ്റ് 2 weeksൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ഫേസിൽ ഞാൻ യൂസ് ചെയ്തത് എവറി ഡേ ആയിരുന്നു. ദാറ്റ് ഈസ് എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്തായിരുന്നു ഫോർ 15 days. എവറി നൈറ്റ് ഞാൻ യൂസ് ചെയ്യായിരുന്നു. ഇനീഷ്യലി ഞാൻ ചേഞ്ചസ് ഒന്നും കണ്ടില്ല, ബട്ട് ഇറിറ്റേഷൻ വാസ് ഓൺ ടോപ്പ്. പ്ലേജിങ്ങും പീലിങ്ങും ഇറിറ്റേഷനും ഡ്രൈനെസ്സും സെൻസിറ്റിവിറ്റിയും സകല സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു അറൗണ്ട് ദി മൗത്ത് ഏരിയ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്യുമായിരുന്നു സ്കിന്ന്. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും യു ഫീൽ ദാറ്റ് യുവർ സ്കിൻ ഇസ് ബേണിങ്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നോട്ട് ലൈക്ക് റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബേൺ എന്നല്ല, നമ്മൾ അത് കൂടാതെ വേറെ എന്തൊരു പ്രോഡക്റ്റും, ദാറ്റ് ഈസ് ഇപ്പം മോയ്സ്ചറൈസർ, ബേസിക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴും നോർമലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ബേസിക് മോയ്സ്ചറൈസർ ആയിരുന്നു. പക്ഷെ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്ത പിന്നെ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് യൂസ് ടു ബേൺ. റെഡ്നെസ്സും ഡ്രൈനെസ്സും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് 2 weeks, that is first 15 days when I was using retinol every day, because that's what I was prescribed to use. Actually retinol over the counter top product ആണെങ്കിൽ പോലും it's not advised to use every day. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. സോ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രിസ്ക്രൈബ് ചെയ്തത് എവറി ഡേ യൂസ് ചെയ്യാനായിരുന്നു ഫോർ 15 days. സോ ദാറ്റ് 15 days I used it every day. ഡോക്ടർ ഷി വാസ് കൈൻഡ് ഇനഫ് ടു ലിസൺ ടു മീ ആൻഡ് അഡ്വൈസ് മീ. ഡോക്ടർ ഓൾറെഡി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ ഷീ ആസ്ക്ഡ് മീ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പീ സൈസ്ഡ് എമൗണ്ട് മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ ഫോർ യുവർ എൻറ്റയർ ഫേസ്. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഷി ആസ്ക്ഡ് മീ ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വിധത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടോ സംഭവങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. ഇഫ് യു ഫീൽ സം സോർട്ട് ഓഫ് ഇറിറ്റേഷൻ അത് 10 minutes മാത്രം വെച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്ത് കളയുക, ദാറ്റ് ഇസ് വാഷ് ഓഫ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രാജുവലി ടൈം ഇൻക്രീസ് ചെയ്ത് ഓവർനൈറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വന്നാലും മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ദി ട്വിസ്റ്റ് ഹിയർ ഇസ്, എനിക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരു വിധത്തിലുള്ള കുഴപ്പമില്ല, ഇറിറ്റേഷനോ ബേണിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല. ഈ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഓവർനൈറ്റ് മൊത്തം ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ തിങ് ഈസ്, ഈ ഒരു പെർട്ടിക്കുലർ റെറ്റിനോൾ പ്രോഡക്റ്റ് ഓർ റെറ്റിനോയിൻ ഇടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇടുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് കാരണം സ്കിന്നിന് വേറെ കുറേ ഇനീഷ്യൽ പ്രശ്നങ്ങൾ ഓർ ഇറിറ്റേഷൻസ് ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫേസ് ദാറ്റ് ഇസ് ദി 3rd and the 4th week, ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പീലിംഗ് സിറ്റുവേഷൻ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഡ്രൈനെസ് ഉണ്ടായിരുന്നു. എൻ്റെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാമായിരിക്കും എനിക്കൊരു ഓയിലി സ്കിന്നാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൈ സ്കിൻ വാസ് ഡ്രൈ. ഈ ഒരു സെക്കൻഡ് ഫേസിൽ ഐ സ്റ്റാർട്ടഡ് സീയിങ് സം ചേഞ്ചസ് ഇൻ മൈ സ്കിൻ. ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി അറൗണ്ട് ദി മൗത്ത് ഏരിയ. ഇതാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൽ കണ്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ചേഞ്ച്. ഫൈൻ ലൈൻസിൽ റിഡക്ഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി മൗത്തിൻ്റെ ഈ സ്മൈൽ ലൈൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ എനിക്ക് കുറേ ഫൈൻ ലൈൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ നല്ലൊരു റിഡക്ഷൻ കണ്ടു തുടങ്ങിയായിരുന്നു ആ ഒരു സെക്കൻഡ് ഫേസ് ആയപ്പോൾ തന്നെ. അതിനുശേഷം കണ്ടിന്യൂഡ് യൂസിൽ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. തേർഡ് ഫേസ് ദാറ്റ് ഈസ് ദി 5th and the 6th week. ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലും എനിക്ക് ചെറിയൊരു സെൻസിറ്റിവിറ്റി ഡ്രൈനെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടമായപ്പോഴത്തേനും ഐ സ്റ്റാർട്ടഡ് സീയിങ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മൈ സ്കിൻ ടെക്സ്ചർ. ഓവറോൾ ടൈനി ബംസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച്, കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് സീയിങ് സം ഇംപ്രൂവ്മെൻറ്റ്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് അല്ലേ. ഞാൻ പറയാൻ വിട്ടുപോയി, സെക്കൻഡ് ഫേസ് ദാറ്റ് ഈസ് ദി 3rd and the 4th week, ആ ടൈം ആയപ്പം ഐ റെഡ്യൂസ് ദി യൂസേജ് ടു ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. സോ ഞാൻ എവറി ഡേ യൂസിൽ നിന്നും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ദി 3rd ഫേസ് ദാറ്റ് ഈസ് ദി 5th and the 6th month,
ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ വീക്ക്ലി ട്വൈസ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ടിൽ നൗ ഓർ ടിൽ ടുഡേ ഞാനിപ്പോൾ ഒരു 4th month ആയിരിക്കണം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇറ്റ്സ് 4th month. ഞാനിപ്പം ദാറ്റ് ഈസ് ആഫ്റ്റർ 4th week ഓർ ആഫ്റ്റർ 1 month ഞാൻ ഈ പ്രൊഡക്റ്റ് വീക്ക്ലി ട്വൈസ് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യാറില്ല. നടുക്ക് എൻ്റെ എക്സാം ആ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി ടുക്ക് എ ബ്രേക്ക്. ആ സമയത്ത് എനിക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയായിരുന്നു സിറ്റുവേഷൻ. അപ്പം ആ ഒരു ടൈമിൽ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 weeks ഞാൻ യൂസേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആഫ്റ്റർ എക്സാം ദെൻ അഗെയിൻ ഐ സ്റ്റാർട്ടഡ് യൂസിങ്. ഇപ്പോഴും ഞാൻ വീക്ക്ലി ട്വൈസ് മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ദാറ്റ് ഈസ് ഈ ഒരു ടൈം ആഫ്റ്റർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് ഫോർ 3-4 months. Now I don't have any sort of sensitivity or dryness and all. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോയി. ഇപ്പം അങ്ങനത്തെ സീനൊന്നും ഇല്ല. ആൻഡ് കറൻ്റ്ലി ഞാൻ കണ്ടൊരു സ്കിൻ ഇംപ്രൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്ചറിൽ നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി. ടൈനി ബംപ്സിൽ കുറേ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായി. ആൻഡ് പണ്ട് ആക്നെ ഓർ മാസ്ക് ഇടാൻ നേരത്ത് വന്നുകൊണ്ടിരുന്ന ആക്നെ ഇഷ്യൂസ് കുറേ കുറവുണ്ട്. ഇപ്പം അത്ര ആക്നേസ് ഓർ സംഭവങ്ങളൊന്നും വരാറില്ല. അവിടെ ഇവിടെ ഇടയ്ക്ക് വരും. ദാറ്റ് ഈസ് ഹൗ മൈ സ്കിൻ ഇസ്. സോ ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലയിൻസ് അബൌട്ട് ദാറ്റ്. ഇടയ്ക്കുള്ള സംഭവം ഇറ്റ്സ് ഓക്കെ. കൺജസ്റ്റഡ് സ്കിന്നിൽ ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് I have seen improvement in that too. So currently ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ് ഇനിയും ബാക്കിയുണ്ട്. ഐ തിങ്ക് ഫോർ 2 months ഇനിയും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ടിൽ ഐ ഫിനിഷ് ദാറ്റ് ഐ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ് ഓർ ഐ വിൽ ബി യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ്. വൺസ് ഐ ഫിനിഷ് ദാറ്റ് പ്രോഡക്റ്റ് മേ ബി ഐ വിൽ ട്രൈ ദി മിനിമലിസ്റ്റ് വൺ. പുതിയൊരെണ്ണുണ്ടല്ലോ മിനിമലിസ്റ്റിൻ്റെ പുതിയൊരു റെറ്റിനോൾ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ട്രൈയിങ് ദാറ്റ് ഔട്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ബേസിക് എൻ്റെ റെറ്റിനോൾ ജേർണിയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇനിയും പറയാനുണ്ട് ആക്ച്വലി ഹൗ ഐ ഇൻകോപ്പറേറ്റഡ് റെറ്റിനോൾ വിത്ത് മൈ എക്സിസ്റ്റിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഓർ വേറെയുള്ള ആക്റ്റീവ്സും റെറ്റിനോളും ഞാൻ എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ടു സീ ദാറ്റ് ഹൗ ഐ ഇൻകോപ്പറേറ്റ് റെറ്റിനോൾ ഇൻ ടു മൈ സ്കിൻ കെയർ റുട്ടീൻ, ഇപ്പോഴും ഞാൻ എങ്ങനെയാണ് വേറുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റെറ്റിനോളും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ഡൗൺ ബിലോ. ഐ വിൽ ബി ഡൂയിങ് അനദർ വീഡിയോ ഫോർ ദാറ്റ് ബിക്കോസ് ഈ വീഡിയോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇറ്റ് വിൽ ബി ടു ലോങ്. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. If you guys found this video helpful, please do consider subscribing to my channel and being a part of this fam. Thank you so much.